പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. യൂണിറ്റ് പ്രസിഡന്റ് പി.സി. സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം കേരളത്തിലെ മുഴുവൻ യൂണിറ്റുകളിലും ഭീകരാക്രമണത്തിന് എതിരായിട്ടുള്ള സന്ദേശം നൽകിക്കൊണ്ടാണ് കൊച്ചി നിയോജക മണ്ഡലത്തിലെ വിവിധ യൂണിറ്റുകളിൽ ദീപങ്ങൾ തെളിയിച്ചത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ദീപം തെളിയിക്കുകയും ഭീകരവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പി.സി. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി കെ.പി. ജെയിൻ, ട്രഷറർ ടി.എം. ഇബ്രാഹിം, കെ.സി. ബെന്നി, പി.എ. ഷാനവാസ്, കെ.എസ്. അജിത് കുമാർ, കെ.യു. സുധീർ, വി. ഉദയൻ, അന്ന ബാബു, പി.യു. രഞ്ജിത്ത്, മിൽട്ടൺ ഡിക്കോത്ത എന്നിവർ സംസാരിച്ചു. പൈശാചികവും ഭയാനകവും മാപ്പർഹിക്കാത്തതുമാണ്. ഈ ആക്രമണം നമ്മുടെ രാജ്യത്തിന് നേരെയുള്ള ആക്രമണമായി തന്നെ കരുതണം. ഇത്തരത്തിലുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയോ ഭീകരവാദം ഇല്ലായ്മ ചെയ്യണം എന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആഹ്വാനമനുസരിച്ച് കേരളത്തിലെ 3500 പരം യൂണിറ്റുകളിൽ ഇന്ന് ഭീകരവാദത്തിനെതിരെ പ്രതിജ്ഞ എടുക്കുകയാണ്. നിരപരാധികൾക്ക് നേരെ നിരപരാധികളെ വെടിവെച്ച് വീഴ്ത്തിയെങ്കിൽ അത് 140 കോടി ജനതയ്ക്ക് നേരെയുള്ള യുദ്ധപ്രഖ്യാപനം എന്ന നിലയിലാണ് ഇന്ത്യയിലെ ഓരോ പൗരനും കാണുന്നത്. ഇവിടത്തെ രാഷ്ട്രീയ, മത, സാമൂഹിക എല്ലാ രംഗത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യക്കാരൻ ഭാരതീയനെന്നുള്ള വികാരം ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കുന്നതിന് 140 കോടി ജനങ്ങളും ഇന്ത്യയുടെ ഭരണാധികാരികൾക്കൊപ്പമുണ്ടെന്ന് രാജ്യത്തുടനീളം പ്രഖ്യാപിക്കുകയും അതിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം സംസ്ഥാനത്തുടനീളമുള്ള യൂണിറ്റുകളിൽ മതവ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, നിറവ്യത്യാസമില്ലാതെ ഞാൻ ഭാരതീയൻ, എന്റെ രാജ്യത്തിന് നേരെയുള്ള ഏത് അക്രമത്തെയും ശക്തിയുക്തം നേരിടുകയും അതോടൊപ്പം ഇന്ത്യയുടെ ഭരണാധികാരം നടത്തുന്ന ഭീകരവാദത്തിനെതിരെയുള്ള സമരത്തിലും ഭീകരവാദത്തിനുള്ള നീക്കങ്ങളിലും ഏതു തരത്തിലുള്ള യുദ്ധമാണെങ്കിൽ പോലും അതിന് ഇന്ത്യക്കാരെന്ന നിലയിൽ ആത്മാഭിമാനത്തോടെ രാജ്യത്തോടൊപ്പം നിലനിൽക്കുമെന്നുള്ള നമ്മുടെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് ഇന്നിവിടെ പിരിയാം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. Study German at International Language Academy, ELA Cochin. Grab your future in Germany and Austria.